പ്രിയപ്പെട്ട അച്ഛൻ, ഞാൻ അനുചേച്ചിയുടെ വീട്ടിൽ നിന്ന് പോയി എന്നറിയുമ്പോൾ അമ്പിളി ചേച്ചി ഈ മുറി പരിശോധിക്കുമെന്ന് എനിക്കറിയാം. ഞാൻ ജീവൻ രാജിൻ്റെ ഒപ്പം പോവുകയാണ്. എനിക്ക് അച്ഛൻ കാണിച്ചെന്ന വഴിയിലൂടെ സഞ്ചരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണം. അച്ഛൻ ആഗ്രഹിച്ചതുപോലെ പഠിച്ചൊരു നിലയിലെത്താൻ ഞാൻ ശ്രമിക്കാം. ആ വിജയവുമായി ഞാൻ അച്ഛൻ്റെ മുൻപിലേക്ക് വന്നോളാം. അതുവരെ എന്നെ അന്വേഷിക്കരുത്. ഈ ധിക്കാരത്തിന് വീണ്ടും ക്ഷമ ചോദിച്ചുകൊണ്ട് സ്വന്തം മകൾ മഞ്ചാടി. എന്റെ ഈശ്വര, എല്ലാം തകർത്ത് കളഞ്ഞല്ലോടി. അയ്യോ, ഇത് ഞാൻ അച്ഛനോട് എങ്ങനെ പറയും? എന്താ മഞ്ചാടി, നീ എന്റെ കാലോട്ട് വന്നിക്കണോ? അല്ല അച്ഛാ, പേഴ്സെടുക്കാൻ കുനിഞ്ഞപ്പോ അച്ഛന്റെ കാലിലെന്തും കറുത്ത പൊടി കണ്ടു. അത് തുടച്ചതാ. അയ്യോ, എന്റെ അച്ഛൻ ഇതെങ്ങനെ സഹിക്കും ദൈവമേ? അമ്പലത്തിൽ ഉത്സവം കഴിഞ്ഞ് അച്ഛൻ വരുമ്പോ അയ്യോ, ഞാൻ എന്ത് പറയും? അയ്യോ, സരോജിനി ആന്റി ഇവിടെ ഇല്ലല്ലോ. ഞാൻ ആരോട് പറഞ്ഞ് ഈ മനസ്സിന്റെ ഭാരം ഇറക്കി വെക്കും? അമ്മ, നമ്മുടെ മഞ്ചാടി മോള്, അവൾ ഇങ്ങനെ ഒരു കടുങ്കൈ കാണിച്ചല്ലോ അമ്മ. ഞങ്ങൾ എത്ര ലാളിച്ചു വളർത്തിയത് അവളെ. ഇപ്പോഴും അച്ഛൻ അവളെ ഒരു കൊച്ചു കുഞ്ഞായിട്ടാ കാണുന്നേ. ഒരിക്കലും അച്ഛൻ ഇത് താങ്ങാൻ പറ്റില്ല അമ്മ.